ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഒരു അടിപൊളി ട്രേഡിംഗ് സെറ്റപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇത് ബയോകോണിൻ്റെ ഇന്നത്തെ ചാർട്ടാണ്. ഞാൻ ഇന്ന് ട്രേഡ് എടുത്ത സ്റ്റോക്കാണ് ബയോകോൺ. ഇതിൽ ഒരു അടിപൊളി എൻട്രി ഉണ്ട്. ഈ ചാർട്ട് നിങ്ങൾക്കൊന്ന് നോക്കാമോ? ഇതൊരു 5 മിനിറ്റ് ചാർട്ടാണ്. ട്രേഡ് എടുത്തിരിക്കുന്നത് ഇൻട്രാഡേ ആണ്. ഇതിലെവിടെയാണ് ബൈ, എവിടെയാണ് സെല്ല് എന്ന് പറയാമോ? ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ടെക്നിക്കൽ പാറ്റേൺസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ന് 2 സ്റ്റോക്കുകളാണ് കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്ക് ബയോകോൺ ആയിരുന്നു, മറ്റൊരു സ്റ്റോക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഇന്നൊരു ബൈ സെറ്റപ്പാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി, എവിടെയായിരിക്കും ബൈ? ഇതാ ഈ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോഴാണോ ബൈ? അത് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയാണ്. പക്ഷേ അതിലൊരു സൂപ്പർ ഒരു ബൈ ആയിട്ട് നമുക്ക് കാണുന്നില്ല അല്ലേ? പിന്നെ അതാ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇത് ബ്രേക്ക് ചെയ്തപ്പോഴാണോ ബൈ? ഇത് വലിയ കുഴപ്പമില്ല ഈ ഒരു ഹൈ. പക്ഷേ ഇതിൽ ഏത് ഹൈയാണ് നമ്മളെങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ഞാനിന്ന് അപ്ലൈ ചെയ്തിരിക്കുന്ന മെത്തേഡ് RBR എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ മെത്തേഡാണ്. RBR എന്ന് വെച്ചാൽ റാലി ബേസ് റാലി. ഞാനൊന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. റാലി എന്ന് പറയുമ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ 1 2 3 എത്ര വേണമെങ്കിലും ഉണ്ടാകാം. പിന്നീട് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ ഇങ്ങനെ 1 2 3 ക്യാൻഡിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നീട് ഈ ബേസിൽ നിന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ഔട്ട് നടത്തുന്നു. അപ്പോൾ ഇതിനാണ് റാലി ബേസ് റാലി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ 4 പാറ്റേൺസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ വിശദീകരിക്കാം. നല്ല അക്യുറസി ഉള്ള ഒരു പാറ്റേൺ ആണ്. മാത്രവുമല്ല ലൈവ് മാർക്കറ്റിൽ 2 സ്റ്റോക്കിൽ ഈ ഫോർമേഷൻ കാണുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. എന്തായാലും സംഭവങ്ങൾ മനസ്സിലായല്ലോ. ഈ പറയുന്ന ബുള്ളിഷ് ക്യാൻഡിൽ, ഈ ബുള്ളിഷ് ക്യാൻഡിലും ചെറിയ ക്യാൻഡിൽസ് ആയിരിക്കരുത്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ക്യാൻഡിൽസ് ആയിരിക്കണം. ഈ ചാർട്ടിൽ ഇനിയൊന്ന് നോക്കിക്കേ, ഭയങ്കര വലിയ ബുള്ളിഷ് ക്യാൻഡിലോ ബിയറിഷ് ക്യാൻഡിലോ, കാരണം നമുക്ക് ബിയറിഷിലും ഈ പാറ്റേൺ ഉണ്ട്. അതെന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ചാർട്ടിൽ വലിയ ബുള്ളിഷ് ക്യാൻഡിലുകൾ എവിടെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മതി. ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലുണ്ടല്ലേ, വലിയ കുഴപ്പമില്ല, ഒരു ബുള്ളിഷ് ക്യാൻഡിലുണ്ട്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 1 2 ബുള്ളിഷ് ക്യാൻഡിലുണ്ട്. ഇവിടെയും കണ്ടിന്യൂസ് ആയിട്ട് നല്ല ബുള്ളിഷ് ക്യാൻഡിലുണ്ട്. ഒരു നല്ല റാലി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ റാലി ബേസ് റാലിയുടെ ആദ്യ ഘട്ടങ്ങളിലെ ക്യാൻഡിലുകളാണ് ഈ താഴത്തെ ക്യാൻഡിലുകൾ. ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഫോർമേഷൻ നടന്നിരുന്നു. അതുകൊണ്ട് ഈ സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്റ്റോക്ക് കിട്ടിയത്. ഇത് സെർച്ച് ചെയ്തെടുക്കാൻ സ്ക്രീനറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ വാച്ച് ചെയ്തിട്ട് അതിൽ ഈ ഫോർമേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എസ്പെഷ്യലി ടോപ്പ് ഗൈനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്, അല്ലെങ്കിൽ വോളിയം വളരെ ഹൈക്കായിട്ടുള്ള സ്റ്റോക്കുകൾ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്റ്റോക്കുകളിൽ വാച്ച് ചെയ്യാം. എന്നിട്ട് ഈ ഫോർമേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് കഴിഞ്ഞിട്ടുള്ള മറ്റ് 3 ഫോർമേഷൻസിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ ചെയ്യാം. ഇന്ന് ലൈവ് ചാർട്ടും കൂടി നമുക്ക് ഒത്ത് കിട്ടിയത് കൊണ്ടാണ് ഈ ഫോർമേഷൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 27 ഫെബ്രുവരിയാണ്. ഇതിന് മുമ്പത്തെ ഡേറ്റ് 24 ഫെബ്രുവരിയാണ്. 2 ദിവസം അവധിയായിരുന്നു. അപ്പോൾ 24 ഫെബ്രുവരിയുടെ അവസാനം ഈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്ക് ആഡ് ചെയ്യാനും നമുക്ക് പറ്റിയ ഒരു അവസരത്തിൽ പക്ക ട്രേഡ് എടുക്കാനായിട്ടും സാധിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടായിരിക്കും. 1:2, അല്ലെങ്കിൽ 1:3, 1:4, ഇങ്ങനെ 1:10 വരെയൊക്കെ റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടായിരിക്കും. 1:10 ഒക്കെ നമുക്ക് അപൂർവ സ്റ്റോക്കുകളിലാണ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, എല്ലാ സ്റ്റോക്കുകളിലും കിട്ടില്ല. ഇതിൽ തന്നെ നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1:4 റിസ്ക് റിവാർഡ് റേഷ്യോ ഈ ട്രേഡിലുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ഉള്ള ട്രേഡ് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. സ്റ്റോപ്പ് ലോസ് എത്ര, അതിൻ്റെ ഡബിൾ ആയിരിക്കണം ടാർഗറ്റ്. ഇനി ടാർഗറ്റ് ട്രിപ്പിൾ ആയാലും 4 ടൈംസ് ആയാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡ് എടുക്കാവുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ട്രേഡിൻ്റെ സെറ്റപ്പ് എന്ന് പറയാം. ഒന്ന്, നമ്മൾ പറഞ്ഞതുപോലെ നല്ല ബുള്ളിഷ് ക്യാൻഡിൽസ് ക്രിയേറ്റ് ആവണം. അങ്ങനെയുള്ള സ്റ്റോക്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. അടുത്തത് ടൈം ഫ്രെയിം. ഏത് ടൈം ഫ്രെയിമിലും ഇത് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. നിങ്ങൾക്ക് 10 മിനിറ്റോ 15 മിനിറ്റോ 30 മിനിറ്റോ ഏത് ടൈം ഫ്രെയിമിലും ഈ പാറ്റേൺ അപ്പിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് എടുക്കാം. ഇനി ഞാൻ ഈ ട്രേഡ് സെറ്റപ്പ് പറഞ്ഞുതരാം. ഒന്ന്, പാറ്റേൺ അപ്പിയർ ആയത് ഈ ഭാഗത്താണ്. ഈ ക്ലിയർ ആയിട്ട് വരച്ചിരിക്കുന്ന ഈ ബോക്സിലാണ് ഈ പാറ്റേൺ അപ്പിയർ ആയിട്ടുള്ളത്. ഞാൻ ആ ബോക്സ് കുറച്ചുകൂടി വൃത്തിയായിട്ട് വരയ്ക്കാം. നമുക്കിവിടെ ബോക്സ് വരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ പാറ്റേൺ അപ്പിയർ ആയിട്ടുള്ള ഏരിയയാണിത്. ഇനിയിപ്പോൾ റാലി ഇതിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. 2 റാലികളാണ് ഇവിടെയുള്ളത്. ഒന്ന്, ഇതൊരു റാലിയാണ്. 2, ഇതൊരു റാലിയാണ്.
അപ്പോൾ ഈ ഒരു റാലി മനസ്സിലായി. അടുത്ത ഈ ഒരു റാലി മനസ്സിലായി. ഇതിൻ്റെ ഇടയ്ക്ക് ബേസ് ഉണ്ടോ എന്ന് നോക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ ഒരു ബേസ് ഉണ്ട്. അതായത് ഈ റാലിക്ക് മുമ്പുള്ള 2 ക്യാൻഡിലുകൾ ഒഴിവാക്കുന്നു. ഇത് റാലി ഉള്ള ഒരു ക്യാൻഡിലാണ്, ഈ ക്യാൻഡിൽ നമ്മൾ ഒഴിവാക്കുന്നു. ഇതും റാലി തുടങ്ങിയ ക്യാൻഡിലാണ്, ഈ ക്യാൻഡിൽ ഒഴിവാക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എത്ര ക്യാൻഡിലുണ്ട് എന്ന് എണ്ണി നോക്കുന്നു. 1 2 3 4 5 ക്യാൻഡിൽസ് അതിനകത്തുണ്ട്. ചിലപ്പോൾ പിക്ചർ ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. ബയോകോണിൻ്റെ ചാർട്ട് എടുത്തിട്ട് 5 മിനിറ്റ് ക്യാൻഡിൽ എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. മാത്രമല്ല ഇത് ഇന്നലെ ക്രിയേറ്റ് ആയിട്ടുള്ള ചാർട്ടാണ്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 5 ക്യാൻഡിലിൻ്റെയും ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യണം. ഞാനത് മാനുവലായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഹൊറിസോണ്ടൽ ലൈനാണ് എടുത്തിരിക്കുന്നത്. ഹൈ ദാ ഇവിടെയാണ്. ഇനി നമുക്ക് ഈ 5 ക്യാൻഡിലുകളുടെ ലോയും മാർക്ക് ചെയ്യണം. ഞാനതിനും ഹൊറിസോണ്ടൽ തന്നെ എടുത്തു. ഇവിടെയാണ് ആ ലോ മാർക്ക് ചെയ്തു. ഇത് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസും ഒക്കെ വരിക. അതായത് ഈ സ്റ്റോക്ക് ഇത്രയും വലിയ റാലി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എൻട്രി വരിക. നമ്മൾ ഈ ബ്രേക്ക് ഔട്ടിലല്ല എടുക്കുന്നത്. ഈ ബ്രേക്ക് ഔട്ടിൽ എടുത്താൽ നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നോ, എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഔട്ടിൽ എടുക്കുന്നില്ല. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു, കളിയെല്ലാം കഴിഞ്ഞു. സ്റ്റോക്ക് ദാ ഇവിടുന്ന് ഇവിടം വരെ വലിയൊരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചു. അങ്ങനെ സ്റ്റോക്കിൻ്റെ എല്ലാ കളികളും കഴിഞ്ഞു. ഇനി ആ സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം അവസാനിച്ച് താഴേക്ക് വരികയാണ് സ്റ്റോക്ക്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത്, ഫസ്റ്റ് റീട്രേസ്മെൻറ്റ്. എന്തായാലും സ്റ്റോക്കിൻ്റെ കളിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇനി നമുക്ക് എൻട്രി മതി. നമ്മളിവിടെ റാലി ബേസ് റാലി എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ തിരിച്ചറിഞ്ഞു. അതിലെ ബേസിൻ്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തു. ഓർക്കുക, റാലി വന്നിട്ടുള്ള 2 സൈഡിലുമുള്ള ക്യാൻഡിലുകൾക്ക് ഇടയ്ക്കുള്ള ക്യാൻഡിലുകളുടെ ഹൈയും ലോയുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ പിക്ചറിൽ അത് വ്യക്തമായിട്ട് കാണാം. ഇവിടെയാണ് നമ്മുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസും വരിക. ഈ ആദ്യത്തെ ലൈനാണ് നമ്മുടെ എൻട്രി പോയിൻ്റ്. ഏകദേശം അത് 223 തൊട്ട് താഴെയാണ്. എക്സാക്റ്റ് ഈ പോയിൻ്റാണ് നമ്മുടെ എൻട്രി പോയിൻ്റ്. അവിടെ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഈ രണ്ടാമത്തെ ലൈനാണ്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇതിൻ്റെ കുറച്ച് താഴെ വെക്കുക. ഇതാണ് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഏറ്റവും അടുത്തുള്ള റെസിസ്റ്റൻസ്, അതായത് ഈ അടുത്ത് പോയേക്കുന്ന ഹൈ ഇല്ലേ, ഇതാണല്ലോ ഏറ്റവും അടുത്തുള്ള റെസിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കിക്കേ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1:4 എങ്കിലും ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞ് 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ ഉള്ള ഒരു സൂപ്പർ ട്രേഡായിരുന്നു ഇത്. എക്സാക്റ്റ് നമ്മുടെ ടാർഗറ്റ് ഇന്ന് തന്നെ അത് അടിച്ചു. 223 താഴെ നമുക്ക് എൻട്രി കിട്ടി. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടില്ല, ആ ഭാഗത്തേക്ക് ഒന്നും വന്നിട്ടില്ല. എൻട്രി കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഏതാനും ക്യാൻഡിലുകൾക്കുള്ളിൽ റാലി സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് അടിക്കുകയും ചെയ്തു. എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബേസ് എന്ന് പറയുന്ന ക്യാൻഡിലുകൾ ഇതിൻ്റെ എണ്ണം 7-ൽ കൂടുതലാകാൻ പാടില്ല. 7 എന്നുള്ളത് ഏറ്റവും കുറയുന്നോ അത്രയോ നല്ലത്. ഒന്നും കൂടെ പറയാം, ബേസ് എന്ന് പറയുന്ന ക്യാൻഡിലുകൾ, ആ ക്യാൻഡിലുകൾ എന്ന് പറയുന്നത് ഈ റാലിക്ക് മുമ്പുള്ള, അതായത് റാലി ക്യാൻഡിൽസ് 1, ഇതൊക്കെ റാലി ക്യാൻഡിൽസാണ്. ഈ മുകളിലത്തെ റാലി ക്യാൻഡിൽസാണ്. അതിനിടയ്ക്കുള്ള ക്യാൻഡിൽസാണ് ബേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 5 ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു. അത് 7-ൽ കൂടാൻ പാടില്ല. അത് ശ്രദ്ധിക്കുക. അത് 6, 4, 3 ഒക്കെ ആകുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ക്യാൻഡിൽ 10 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടൈം ഫ്രെയിം ഒന്ന് മാറ്റിയാൽ മതി. നമുക്ക് ഏത് ടൈം ഫ്രെയിമിലും ഇത് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആയിട്ട് മാറ്റാം. ഞാൻ ഇൻട്രാഡേക്ക് 5 മിനിറ്റാണ് സാധാരണ സെലക്ട് ചെയ്യുന്നത്. എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ വേണമെങ്കിൽ 10 മിനിറ്റ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. അതല്ലെങ്കിൽ 15 മിനിറ്റ് ആക്കിയിട്ട് മാറ്റാം. അങ്ങനെയൊക്കെ മാറ്റിയിട്ട് ഈ ഫോർമേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത് ഞാൻ 10 മിനിറ്റിലേക്ക് മാറ്റി ഇത്ര മനോഹരമായിട്ടൊരു ഫോർമേഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഞാൻ ഏറ്റവും കുറഞ്ഞ ചാർട്ട് നോക്കുന്നത് 5 മിനിറ്റാണ്. അഥവാ കിട്ടിയില്ലെങ്കിൽ മാത്രമേ 10 മിനിറ്റിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ അത് മാറുന്നതനുസരിച്ച് നമ്മുടെ എൻട്രിയിലും നമ്മുടെ സ്റ്റോപ്പ് ലോസിലും വ്യത്യാസം വരും. ഒരിക്കൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചാർട്ട് മാറ്റേണ്ടതില്ല. അപ്പോൾ ഞാൻ 5 മിനിറ്റിൽ തന്നെ എൻട്രി ചെയ്തു, 5 മിനിറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തു. പക്കയായിരുന്നു. സ്റ്റോപ്പ് ലോസ് പെർഫെക്റ്റ് ആയിരുന്നു, ടാർഗറ്റ് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു 7 ക്യാൻഡിലിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. അടുത്തത്, ഇത് ഏത് അസറ്റ് ക്ലാസ്സിലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇക്വിറ്റിയിൽ ചെയ്യാം, ഇൻട്രാഡേയിൽ ചെയ്യാം, ഡെലിവറിയിൽ ചെയ്യാം, ലോങ് ടൈമിൽ ചെയ്യാം, സിംഗിൽ ചെയ്യാം, F&O സെഗ്മെൻറ്റിൽ ചെയ്യാം, ഫ്യൂച്ചറിലും ഓപ്ഷൻസിലും ചെയ്യാം, ഫോറക്സിലും ചെയ്യാം, കമ്മോഡിറ്റിയിലും ചെയ്യാം, കറൻസിയിലും ചെയ്യാം. ഏത് അസറ്റ് ക്ലാസ്സിലും ഇത് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഫസ്റ്റ് റീട്രേസ്മെൻറ്റിൽ തന്നെ എൻട്രി എടുക്കുക. ഞാനിതെല്ലാം ഒന്ന് മായ്ച്ച് കളയുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഫസ്റ്റ് റീട്രേസ്മെൻ്റ് ആണ്.
ഇതിന് പകരമായിട്ട് ഇത് മുകളിലേക്ക് പോയി ഒന്ന് താഴേക്ക് വന്ന് പിന്നെ മുകളിലേക്ക് പോയി നമ്മൾ നോക്കിയിരുന്നു. നമ്മൾ ടെസ്റ്റ് ചെയ്യണം, ഇത് മുകളിലേക്ക് പോകുമോ ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ നോക്കി, മുകളിലേക്ക് പോയി നമ്മൾ ടെസ്റ്റ് ചെയ്തു, നമുക്ക് ബോധ്യമായി ഓക്കെ ഇത് പോകുമെന്ന് ബോധ്യമായി. വീണ്ടും ഇത് രണ്ടാമതും താഴേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ സക്സസ് ആയേക്കാം, മുകളിലേക്ക് പോയേക്കാം. പക്ഷേ ഓർക്കുക, മൂന്നാമതും അവിടെ വന്നു എന്ന് വിചാരിക്കുക, വീണ്ടും അവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുഴപ്പം ചിലപ്പോൾ ടാർഗറ്റിലേക്ക് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. ടാർഗറ്റിലേക്ക് പോയി എന്ന് വരില്ല. അത് ഒരു സിമ്പിൾ റൂളാണ്. റൂളെന്ന് പറയാൻ പറ്റില്ല, ടെക്നിക്കൽ അനാലിസിൻ്റെ ഒരു ഭാഗമാണ്. എത്ര അധികം പ്രാവശ്യം സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യുന്നോ ആ സപ്പോർട്ട് അത്രയധികം വീക്കായിട്ട് വരും. ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ സപ്പോർട്ട് ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക. ഇത് മിസ്സായാൽ എടുക്കേണ്ട കാര്യമില്ല. ഇത് മിസ്സാകാനൊരു ചാൻസും ഇല്ല. നമ്മൾ നേരത്തെ നമുക്കറിയാം എവിടെയാണ് ബൈ പ്രൈസ് എന്നുള്ളത്. നമ്മളവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുക, ലിമിറ്റ് ഓർഡർ. അപ്പോൾ നമുക്കിത് മിസ്സാകില്ലല്ലോ. അതുകൊണ്ട് ഇത് മിസ്സാകാനുള്ള സാധ്യതയില്ല. ഇനി അടുത്ത പ്രാവശ്യം ഇത് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ നിൽക്കില്ല. ഇത് കഴിഞ്ഞു, ഈ ചാർട്ടേ കഴിഞ്ഞു. നമ്മൾ ഈ ചാർട്ട് ഒഴിവാക്കി, നമ്മൾ ട്രേഡ് എടുത്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ഒഴിവാക്കി. ഇനി ഇന്ന് തന്നെ ഫോം ചെയ്തിട്ടുള്ള മറ്റൊരു ചാർട്ടുണ്ട്, അതിൽ ഞാൻ എൻട്രി എടുത്തായിരുന്നു. അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഈ സ്ട്രാറ്റജിയെ പറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും. നമുക്ക് രണ്ടാമത് കിട്ടിയ സ്റ്റോക്ക് സൊണാറ്റ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, 5 മിനിറ്റ് ക്യാൻഡിലിട്ട് ചെക്ക് ചെയ്യാം. ഇതിൽ അങ്ങനെ ഉള്ള എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇതിലെ ഏറ്റവും വലിയ ക്യാൻഡിലുകൾ രൂപം കൊണ്ട സ്ഥലവും നോക്കൂ. ഇതിപ്പോൾ 5 മിനിറ്റ് ചാർട്ട് 2-3 ദിവസത്തെ ചാർട്ടാണിത്. വലിയ ക്യാൻഡിൽസ് രൂപം കൊണ്ട സ്ഥലങ്ങൾ, അതായത് വലിയ ബോഡി ഇവിടെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ രൂപം കൊണ്ടിട്ടുണ്ടല്ലേ. ഇതിപ്പോൾ ഇൻട്രാഡേയിൽ ഇനിയിപ്പോൾ ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ചാർട്ടുകൾ ഞാൻ കഴിഞ്ഞ ദിവസമേ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ട്രേഡാണ് എടുത്തത്. അപ്പോൾ ഇന്ന് 27-ാം തീയതിയാണ്. കഴിഞ്ഞ 24-ാം തീയതി അവസാന രൂപം കൊണ്ട ഒരു ഫോമാണിത്. ഇവിടെ കണ്ടില്ല, സ്ട്രോങ് ആയിട്ട് 2 ക്യാൻഡിലുകളുണ്ട്. കാരണം ഈ ലാസ്റ്റ് ഭാഗങ്ങളിൽ നോക്കിയാൽ മതി. ലാസ്റ്റ് ഭാഗങ്ങളിൽ ഈ അവസാന ഭാഗം ഒഴിവാക്കാം. ഇതിന് എങ്ങനെ ഫോർമേഷൻ വരും എന്നുള്ള അടുത്ത ദിവസം നോക്കാം. ഈ ഭാഗമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വലിയൊരു റാലിയും കൂടി ഉണ്ടായിട്ടുണ്ട്. റാലി ഉണ്ടാകണമെന്ന് നിർബന്ധമാണ്. ഇത് കണ്ടോ, ഇവിടുന്ന് ഇത്രയും വലിയ ഒരു റാലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമാണ്. ഇവിടെ നമ്മുടെ റാലി ബേസ് റാലി എന്ന് പറയുന്ന ഫോർമേഷൻ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. കണ്ടില്ല, ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഒന്നാമത്തെ ക്യാൻഡിൽ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത റാലി നടന്ന ക്യാൻഡിൽ കണ്ടുപിടിക്കണം. ഇത് ആ ക്യാൻഡിൽ ഇതാണ്, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൻ്റെ നടുക്ക് എത്ര ക്യാൻഡിലുകളുണ്ട് എന്ന് എണ്ണണം. നമുക്ക് എണ്ണാം. 1, 2, 3. സൂപ്പറാണ്, 3 ക്യാൻഡിൽസേ ഉള്ളൂ. റാലി നടക്കുന്നതിന് മുമ്പുള്ള ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ, അതിൻ്റെ ഇടയ്ക്ക് 3 ക്യാൻഡിൽസ്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്ട്രോങ് റാലി നടക്കുന്നു. ഈ ക്യാൻഡിലായിരിക്കണം കുറച്ചും കൂടെ പവർഫുൾ കേട്ടോ. ആദ്യത്തെ ക്യാൻഡിലെ കഴിഞ്ഞു. അതായത് ഈ റാലി നല്ല രീതിയിൽ നടക്കണം, നല്ല രീതിയിൽ മുകളിലേക്ക് വേണം. അതുകൊണ്ടാണ് ഞാനിത് പവർഫുൾ ആകണമെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത ക്യാൻഡിൽ പവർഫുൾ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിതെല്ലാം വായിച്ചൊന്നും കൂടെ ആ ചാർട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ബോക്സ് വരയ്ക്കണമെങ്കിൽ ഒരു ബോക്സ് വരച്ചിടാം. അതുപോലെ തന്നെ ബേസ് ക്യാൻഡിലുകളുടെ ഹൈയും ലോയും നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ 3 ബേസ് ക്യാൻഡിൽസ് ഉള്ളത്. ഹൈ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഹൈ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ലോ ഒന്ന് മാർക്ക് ചെയ്യാം. ലോയും പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. എൻട്രി എന്ന് പറയുന്ന ഈ ഭാഗത്താണ് എൻട്രി. സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഈ ഭാഗത്താന്ന് ഇല്ല, അതായത് ഇവിടെ തന്നെ അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഈ വരയുടെ താഴെയാണ്. ടാർഗറ്റ് ഈ ഹൈ ആണ്. എക്സാക്ട്ലി ഈ ഹൈ ടച്ച് ചെയ്തു. അങ്ങനെ നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. ഈ ഹൈറ്റ് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഏകദേശം ഇതൊരു 1:2.5 എങ്കിലും ഉണ്ട് റിസ്ക് റിവാർഡ് റേഷ്യോ. അങ്ങനെയുള്ള ട്രേഡേ എടുക്കാവുള്ളൂ. നമുക്ക് ആദ്യമേ തന്നെ അറിയാം എത്ര നമുക്ക് റിസ്ക് ഉണ്ട്, എത്ര നമുക്ക് റിവാർഡ് കിട്ടും, ഇതെല്ലാം ആദ്യമേ തന്നെ അറിയാം. ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ളത്, നമ്മൾ ഈ ആദ്യം വരച്ചിരിക്കുന്ന വരയുണ്ടല്ലോ, ഇതാണ് നമ്മുടെ എൻട്രി വര, എൻട്രി പോയിൻ്റ്. ഇത് വേണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് മുകളിൽ വരയ്ക്കാം, അതായത് കുറച്ച് മുകളിലേക്ക് വെക്കാം. ഞാൻ ഇങ്ങനെ വെക്കുന്നതിൻ്റെ കാരണം ഒരു കൺഫ്യൂഷൻ ഇവിടെ വരാതിരിക്കാനാണ്. ബേസ് ക്യാൻഡിലുകളുടെ ഹൈയും ലോയുമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നതെങ്കിലും ഇത് ബേസ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും അല്ല, മറിച്ച് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു റാലി ക്യാൻഡിലിൻ്റെ ഹൈ ആണിത്. കാരണം ബേസ് ക്യാൻഡിലിൻ്റെ ഹൈ അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഞാനിന്ന് എൻട്രി എടുത്തത്
707 ഇവിടെ 710 പോയിൻ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് 710 പോയിൻ്റ്. പക്ഷേ ഞാൻ ഈ താഴെ തന്നെയാണ് എൻട്രി എടുത്തത്. താഴേക്ക് വരാൻ വെയിറ്റ് ചെയ്തു. ഏകദേശം സ്റ്റോപ്പ് ലോസ് വരിക 702.50. 702.50 അല്ല, 701.50 കണ്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം 702 മുകളിലാണ് ഈ വര വരിക. കുറച്ച് ബഫർ ചെയ്ത് താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക. അപ്പോൾ ഏകദേശം ഈ ഭാഗത്ത് സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്യാം. എന്നാലും കുഴപ്പമില്ല, ഇവിടുന്ന് എൻട്രി എടുത്തു, ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നു. ടാർഗറ്റ് നമുക്കറിയാം, ഹൈ തന്നെയാണ് ടാർഗറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റുള്ള സെറ്റപ്പുകളായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിങ്ക് ട്രേഡ് കോഴ്സും ഓപ്ഷൻ്റെ കോഴ്സും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഷെയർ മാർക്കറ്റിംഗ് മലയാളം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ഒരു സെറ്റപ്പ് പ്രാക്ടീസ് ചെയ്യാം. 100% അക്യുറസി ഉള്ള ഒരു സെറ്റപ്പ് ഒന്നും അല്ല ഇത്. ഇതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അത് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, ടാർഗറ്റ് നമുക്ക് വലുതുമായിരിക്കും. അതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ഒരു 70% മുകളിൽ നമുക്ക് അക്യുറസി പ്രതീക്ഷിക്കാം. ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ലാഭം ഉണ്ടാകാവുന്ന ഒരു മെത്തേഡാണിത്. ഇടയ്ക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഒരുപാട് വിന്നിങ് ട്രേഡുകൾ നമ്മുടെ കയ്യിലുണ്ടാകും. ചെറിയ സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലാഭത്തിൻ്റെ വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസിൽ നഷ്ടപ്പെടുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് 3 മെത്തേഡുകൾ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.